ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരം സാധാരണ നിലയിൽ കോടമഞ്ഞും തണുപ്പുമുള്ള ഒരു കാലാവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം മൺസൂൺ ആണ്, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല, അതിനാരും കുറ്റം പറയാൻ വേണ്ടി പാടില്ല. സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കോടമഞ്ഞുമൊക്കെ അവിടെ കൂടുതലായി ഉണ്ടാവുക. അപ്പോൾ യാത്രയിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായി നിറഞ്ഞത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ കാണുന്ന പതിവായി കാണുന്ന മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പുതുമുഖങ്ങൾ ഈ യാത്രയിലുമുണ്ട്. പലരും നമ്മൾ യാത്ര തീരുമാനിക്കുമ്പോൾ വരുമെന്ന് പറയുകയും അവസാന നിമിഷം പിന്മാറുന്ന ഒരു അവസ്ഥയുമാണ് ഈ യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ യാത്ര തന്നെ 2 തവണ മാറ്റിവെച്ച യാത്രയാണ്. സെപ്റ്റംബർ 1-ാം തീയതി ആയിരുന്നു നമ്മൾ ആദ്യം പോകാൻ തീരുമാനിച്ചിരുന്നത്. ഒരു മരണവും മറ്റു കാരണങ്ങളാൽ ആ യാത്ര മാറ്റിവെക്കപ്പെടുകയും പിന്നീട് ഓണത്തിന് പിറ്റേത്തെ ആഴ്ച തീരുമാനിക്കുകയും അങ്ങനെ 1-2 കാരണങ്ങളാൽ ഈ യാത്ര മാറ്റിവെക്കും. എന്നാണ് അതിന് പൂർത്തീകരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായി പരിചയപ്പെടുന്നവരെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഒരു കടമയുടെ ഭാഗമായി അവരെ വീണ്ടും ക്ഷണിക്കുകയാണ്. എല്ലാ യാത്രയിലും നിറഞ്ഞ സാന്നിധ്യമായി ഇന്നുവരെ ഒരു യാത്രയിലും മുടങ്ങാതെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ചൊവ്വ മേഖല ട്രഷറർ സഖാവ് ഷിനോജിനെ ആദ്യമായി ക്ഷണിക്കുകയാണ്. ഹലോ 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 അപ്പൊ ഞാൻ എലവൂർ ബാങ്കിൽ വീക്ക് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫിറോഷന്റെ കൂടെ 13 വർഷമായിട്ട് ടൂറിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ടൂർ വെച്ചാൽ നല്ലൊരു അനുഭവമാണ്. ഇപ്പൊ ആദ്യം നമുക്കായിരിക്കും വലിയ പരിചയമുണ്ടല്ലോ, പക്ഷെ നമ്മൾ അവസാനം ടൂറ് കഴിഞ്ഞിട്ട് പോകുമ്പോ എന്ന് വെച്ചാല് ഭയങ്കര ഒരു ഇതാണ്. കഴിഞ്ഞ വയനാട് ട്രിപ്പ് പോയാൽ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഈ വർഷത്തെ 2ാമത്തെ ട്രിപ്പായത്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. ഇപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഫുഡ് കഴിച്ചാൽ പിന്നെ അറിയാം. പിന്നെ അങ്ങോട്ട് ഡാൻസും ഇത് തന്നെ ആയിരിക്കും. ചിലപ്പോ റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് ഒരു തവണ നമ്മളപ്പുറം കൊടൈക്കനാൽ ടൂർ പോയ ഒരു ഫാമിലി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരേ ഡാൻസാണ്, രാത്രി 1 മണിക്കുള്ള ഒരേ ഡാൻസാണ്. അബി, വിജയ് ശേഷ്, പിന്നെ അതുപോലെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം. പിന്നെ ബാക്കിൽ കുറച്ച് ടീമുണ്ട്, അവരാണ് മെയിൻ ഡാൻസിന്റെ. ഓക്കെ, അടുത്തതായി എല്ലാ യാത്രയിലും തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് പ്രേക്ഷക ലക്ഷങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഉയർത്തുന്ന SFIയുടെ എടക്കാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ, അതുപോലെ തന്നെ DYFI ചൊവ്വ മേഖലാ കമ്മിറ്റി അംഗമായ സഖാവ് അഭിജിത്ത്. പേരൊന്നും പറയണ്ട, പരിചയപ്പെടാത്ത ആൾക്കാർക്കല്ലോ നമുക്ക് വഴിയെ പരിചയപ്പെട്ടു പോകാന്നാ പറയാനുള്ളത്.